നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. SIRലെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ സാധിക്കൂ. ഇക്കുറി ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിനായി എല്ലാ മുന്നണികളും ഒറ്റക്കെട്ടായി തന്നെ, അല്ലെങ്കിൽ എല്ലാ മുന്നണികളും തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, എന്തായാലും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്കും പഠന ക്യാമ്പുകളിലേക്കും മുന്നൊരുക്ക ക്യാമ്പുകളും ഒക്കെ നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇക്കുറി ഒറ്റഘട്ടമായിരിക്കും നടക്കുക എന്നൊരു സൂചന വരുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമാണ് ഇപ്പോൾ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഈ 4 സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു യോഗം ചേർന്നത്. ആ ഒരു യോഗത്തിലാണ് ഇപ്പോൾ ഇക്കുറി സംസ്ഥാനത്ത് ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനം, അത്തരത്തിലുള്ളൊരു ആലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിലവിൽ ഇനി തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, അതുപോലെ തന്നെ കേരളം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മെയ് 7 മുൻപ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇക്കുറി ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു സാധ്യത ഒറ്റഘട്ടത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യതയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് എത്തും, കേരളം സന്ദർശിക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറും അതുപോലെ തന്നെ മറ്റ് തിരഞ്ഞെടുപ്പ് ഓഫീസർമാരും കേരളം സന്ദർശിക്കും. ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. എന്തായാലും നിലവിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ മാർച്ച് 6-ാം തീയതിയൊക്കെ ആയിട്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, മെയ്യിൽ അതിൻ്റെ റിസൾട്ട് വരുന്നു. ഇക്കുറിയും അതേ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും പിന്തുടരാനുള്ള ഒരു സാധ്യത കാണുന്നത്. എന്തായാലും ആദ്യം ഈ നിലവിൽ കേരളത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഒരു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. നിലവിൽ അതിൻ്റെ ഹിയറിംഗ് ഒക്കെ നടന്നു വരികയാണ്. ഫെബ്രുവരി 21 ശേഷം, അല്ലെങ്കിൽ ഫെബ്രുവരി 21 കൂടിയേ ഈ ഒരു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ആ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർച്ചിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുകയും ഏപ്രിൽ 2ാം വാരം, അതായത് വിഷുവിന് മുൻപായി ഏപ്രിൽ 2ാം വാരത്തോടു കൂടി തിരഞ്ഞെടുപ്പ് നടത്താനുമുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഏതാണ്ട് ഇനി ഒരു 3 മാസക്കാലമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി പരമാവധി നമുക്ക് മുന്നിൽ ഉണ്ടാവുക. 100 ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെയാണ് സാധ്യത എന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ചയിൽ, അല്ലെങ്കിൽ ആ യോഗത്തിൽ നിന്നുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെത്തും. SIRലെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഇക്കുറി ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്ന തീരുമാനത്തിനും സാധ്യതയുണ്ട്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.